ദി ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് BSc പേപ്പറിലെ മൊഡ്യൂൾ 1 യൂണിറ്റ് 1, 2 and 3 തിയറി പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഡെഫിനിഷൻ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് സ്റ്റോറി ടെല്ലിംഗ്? സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇവൻറ്റ്സ് കൺവേ ചെയ്യുന്നു ത്രൂ വേർഡ്സ്, ഇമേജസ് അല്ലെങ്കിൽ സൗണ്ടിലൂടെ. അതിനൊരു നെറേറ്റീവ് സ്ട്രക്ചർ കാണും, ഒരു പ്രോപ്പർ ബിഗിനിങ് കാണും, മിഡിൽ പോർഷൻ കാണും, എൻഡ് കാണും. ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലായിരിക്കും അത് ഇരിക്കുന്നത്. സ്റ്റോറീസ് എന്ന് പറയുന്നത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി ഓറൽ ആകാം, റിട്ടൺ ആവാം, വിഷ്വൽ ആവാം, ഡിജിറ്റൽ ഫോമിലും ആവാം. ക്യാരക്ടേഴ്സ് കാണും, അതിന് ഒരു സെറ്റിംഗ് കാണും, ഒരു ബാക്ക്ഗ്രൗണ്ട് കാണും, ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കാണും, ഒരു ലാസ്റ്റ് ഒരു റെസൊല്യൂഷനും കാണും, അല്ലേ? ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഇമാജിനേഷൻ ആൻഡ് എംപതിയാണ് നമ്മൾ കൂടുതലും എൻഗേജ്ഡ് ആക്കുന്നത്. സ്റ്റോറീസ് നമുക്ക് ഒരു വേൾഡിലെ, അതായത് വേൾഡിനെ കുറിച്ച് നമുക്ക് ഒരു സെൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അല്ലേ? ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ മേക്ക് സെൻസ് ഓഫ് ദി വേൾഡ്. നമുക്ക് ചുറ്റിനും എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതുമല്ല. ആൻഡ് ഓൾസോ ഇറ്റ് പ്രിസർവ്സ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ആൻഡ് എഡ്യൂക്കേഷനിലും എൻ്റർടൈൻമെൻറ്റിലും കമ്മ്യൂണിക്കേഷനിലും എന്തുണ്ട്? സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. എക്സാമ്പിൾ മഹാഭാരത, അതിനകത്ത് നമുക്ക് ഒരുപാട് മോറൽ ഡൈലമാസിനെ കുറിച്ച് നറേറ്റീവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്റ്റോറീസ് ഫിക്ഷണലും ആവാം, നോൺ ഫിക്ഷണലും ആവാം. സ്റ്റോറി ടെല്ലറും ഓഡിയൻസും തമ്മിലൊരു ഇമോഷണൽ കണക്ഷനും കാണും. ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഇസ് യൂസ് ടു പെർസ്വേഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ഒപ്പീനിയൻസ്. സോ ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ആണ്. മിത്തുണ്ട്. മിത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ടൈപ്സ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റോറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിത്താണ്, എന്ന് വെച്ചാൽ ഒറിജിൻ സ്റ്റോറീസ്. അടുത്തതെന്ന് വെച്ചാൽ ലെജൻഡ്സ്, എന്ന് വെച്ചാൽ സെമി ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ്, ലെജൻഡറി ഫിഗേഴ്സിനെ കുറിച്ചുള്ളത്. ഫോക്ക് ടെയിൽസ് ആണ് അടുത്തത്. ഫോക്ക് ടെയിൽസ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ സ്റ്റോറീസ് ആണ്. അത് ഓറലി പാസ് ചെയ്യും, വാമൊഴിയായിട്ട് പാസ് ചെയ്യുന്നു, എവിടെ എഴുതി വെച്ച് കാണില്ല. ഫെയറി ടെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാജിക്കൽ സ്റ്റോറീസ് ആണ്, സിൻഡ്രല്ല പോലെയുള്ള. പിന്നെ ഫേബിൾസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട്. ഫേബിൾസ് എന്ന് പറയുമ്പോൾ മോറൽ സ്റ്റോറീസ് വിത്ത് ആനിമൽസ് ആയിരിക്കും ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഒരു മോറൽ ആയിട്ടുള്ള ഒരു ഉപദേശവും കാണും. ഇപ്പം എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ പഞ്ചതന്ത്ര ടെയിൽസ് അതൊക്കെ വരാം. പിന്നെ ഈസോപ്പ് ഫേബിൾസ് ഒക്കെ വരാം. പിന്നെ എപ്പിക്സ് ആണ്. എപ്പിക്സ് എന്ന് പറയുമ്പോൾ ലോങ് ഹീറോയിക് നറേറ്റീവ്സ്. എക്സാമ്പിൾ രാമായണ, മഹാഭാരത പോലെയുള്ളത് എപ്പിക് സ്റ്റോറീസ് ആണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ് ഉണ്ട്, എന്ന് വെച്ചാൽ റിയൽ ഇവൻസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ബയോഗ്രഫീസ് ഉണ്ട്, ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫ് സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ട്. ഓട്ടോബയോഗ്രഫീസ് ഉണ്ട്, സെൽഫ് റിട്ടേൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റോറീസിനെയാണ് ഓട്ടോബയോഗ്രഫീസ് എന്ന് പറയുന്നത്. പിന്നെ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ കുഞ്ഞ് നറേറ്റീവ്സ്, ബ്രീഫ് നറേറ്റീവ്, ഫിക്ഷണൽ നറേറ്റീവ്സ്. നോവൽസ് ഉണ്ട്. നോവൽസ് എന്ന് വെച്ചാൽ ലോങ് ഫിക്ഷണൽ നറേറ്റീവ്സ്. പിന്നെന്താണ്? സയൻസ് ഫിക്ഷൻ ഉണ്ട്, അതായത് സയൻറ്റിഫിക് തീംസ് വെച്ചിട്ടുള്ളത്. പിന്നെ ഫാൻറ്റസി ഉണ്ട്, ഇമാജിനറി വേൾഡ് അല്ലെങ്കിൽ മാജിക് വെച്ചിട്ടെഴുതുന്ന ഹാരി പോട്ടർ പോലെയുള്ളത്. പിന്നെ ഹൊറർ ഉണ്ട്. ഹൊറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാരി സ്റ്റോറീസ്, ഡ്രാക്കുള പോലെയുള്ളത്. പിന്നെ റിയലിസ്റ്റിക് ഫിക്ഷൻ ഉണ്ട്. റിയലിസ്റ്റിക് ഫിക്ഷൻ എന്ന് വെച്ചാൽ റിയൽ ഇവൻറ്റ്സ് സ്റ്റോറീസ് പോലെ പ്രസൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് സ്റ്റോറീസിനകത്ത് വരുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക്ക് സ്റ്റോറി ടെല്ലിംഗ് ഇൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ അവരുടെ വാല്യൂസും ബിലീവ്സും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ കൾച്ചറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാമായണ, മഹാഭാരത ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് നമ്മുടെ കൾച്ചറിനെ കുറിച്ച് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓറൽ ട്രഡീഷനും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും ആയിരിക്കും കൂടുതൽ കാണുന്നത്. നേറ്റീവ് അമേരിക്കൻ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നേച്ചറിനെ കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചും ആയിരിക്കും അതിനകത്തുള്ളത്. ഇപ്പോൾ ഗ്രീക്ക് സ്റ്റോറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രീക്ക് ഗോഡ്സിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും പറയുന്നത്. ജാപ്പനീസ് സ്റ്റോറി ടെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഫോക്ക് ലോറ്, നാടോടി കഥകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ ജാപ്പനീസ് സ്റ്റോറി ടെല്ലിങ്ങിനകത്ത് വരുന്ന അവരുടെ ടെയിൽസിനെ വിളിക്കുന്ന പേര് യോക്കായി എന്നാണ്, YOKAI, യോക്കായി ടെയിൽസ്. മിഡിൽ ഈസ്റ്റേൺ സ്റ്റോറീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമാജിനേഷനും വിസ്റ്റവും വരുന്നതാണ്. ഏറ്റവും എക്സാമ്പിൾ ആയിട്ടുള്ളത് 1001 രാത്രികൾ, അതായത് 1001 Nights. യൂറോപ്യൻ ആണെന്നുണ്ടെങ്കിൽ ഫെയറി ടെയിൽസ് ആണ് കൂടുതലുള്ളത്, അല്ലേ? അപ്പോൾ ഓരോ കൾച്ചറിനും ഓരോ ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. അവരുടെ വാല്യൂസും ബിലീവ്സും എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റോറീസ് എങ്ങനെയാണ് ആദ്യം പാസ് ചെയ്തുകൊണ്ടിരുന്നത്? ഓറൽ ലെസൺസ് ആയിട്ടായിരുന്നു പാസ് ചെയ്തുകൊണ്ടിരുന്നത് അക്രോസ് ജനറേഷൻസ്. പിന്നീട് ലാംഗ്വേജും സിമ്പിൾസും ഒക്കെ വന്നപ്പോഴത്തേക്കും അതിന് മാറ്റം വന്നു, അല്ലേ? ചില കൾച്ചേഴ്സിനകത്ത് സ്റ്റോറി ടെല്ലിംഗ് റിലീജിയസ് പ്രാക്ടീസസിനകത്തും കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുന്നൊരു കാര്യമാണ്.
ഇപ്പോൾ അത് മോഡേണൈസേഷനൊക്കെ വന്നതോടുകൂടി മാറ്റങ്ങളൊക്കെ വന്നു, ഇവോൾവ്സ്, അതായത് എന്താ പറയുക, ട്രാൻസ്ഫോർമേഷനൊക്കെ ഹാപ്പൻ ചെയ്തെങ്കിലും അതിൻ്റെ റൂട്ട്, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ റൂട്ട് എപ്പോഴും സെയിം തന്നെയായിരിക്കും അല്ലേ. നെക്സ്റ്റ് അടുത്തതെന്ന് വെച്ചാൽ ഓറൽ ആൻഡ് റിട്ടൺ മോഡ്സ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഓറൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ സ്പോക്കൺ ആയിരിക്കും, അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യും, എഴുതി വെച്ചിട്ടില്ല. റിട്ടൺ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ അതൊരു ടെക്സ്റ്റിൻ്റെ രൂപത്തിൽ റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കും ആളുകൾ. ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് സിസ്റ്റത്തിന് മുന്നേ ഉള്ള സിസ്റ്റമാണ് ഓറൽ എന്ന് പറയുന്നത്, വാമൊഴി. അപ്പോൾ ഓറൽ സ്റ്റോറീസ് മെമ്മറിയിലും റെപ്പറ്റീഷനിലൂടെ ആയിരിക്കും അതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. റിട്ടൺ സ്റ്റോറീസ് എഴുതി വെക്കുന്നതുകൊണ്ട് അതിനൊരു പെർമനൻസ് ഉണ്ട്, ഒരു പ്രിസർവേഷൻ ഉണ്ട് അല്ലേ, നമുക്കത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓറൽ സ്റ്റോറി ടെല്ലിംഗ് വാമൊഴിയായിട്ട് പറയുന്നതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്പോക്കൺ ലാംഗ്വേജിൽ പറയുന്നതുകൊണ്ട് ടോണും ജസ്റ്റേഴ്സ് എക്സ്പ്രഷനും ഒക്കെ വരും. റിട്ടൺ സ്റ്റോറി ടെല്ലിങ്ങിൽ നമ്മൾ ഇമേജസ്, ഇമേജറി, ഇങ്ങനെയുള്ള ഫിഗർ ഓഫ് സ്പീച്ചുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തായിരിക്കും പറയുന്നത്. ഓറൽ സ്റ്റോറീസ് ഇങ്ങനെ വാമൊഴിയായിട്ട് പറഞ്ഞു വന്നതുകൊണ്ട് അതിന് മാറ്റങ്ങൾ സംഭവിക്കാം, ഇറ്റ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം, പക്ഷേ റിട്ടൺ വൺസ് റിമെയിൻ ഫിക്സ്ഡ്. എക്സാമ്പിൾ ഓഫ് ഓറൽ എന്ന് പറയുമ്പോൾ ഫോക്ക് ടെയിൽസ്, നാടോടി കഥകൾ, അതാണ് ഫോക്ക് ടെയിൽസ് ഓറൽ സ്റ്റോറി ടെല്ലിംഗ് എക്സാമ്പിൾ. റിട്ടൺ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ റിട്ടൺ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും പറയാം, ഈസ് ഓഫ് ഫേബിൾസും എല്ലാം വരും ഇതിനകത്ത്. ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ഇസ് ഇൻട്രാക്റ്റീവ് ആണ്. റിട്ടൺ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ വൈഡർ ഓഡിയൻസിനെ കിട്ടും. ട്രഡീഷണൽ സൊസൈറ്റീസിലൊക്കെ ഓറൽ മോഡാണ്, ഇപ്പോൾ മോഡേൺ രീതിയിലൊക്കെ മോഡേൺ സൊസൈറ്റിയിലാണ് റിട്ടൺ മോഡ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റോറി ടെല്ലിംഗ് ഇൻ അതർ മീഡിയ. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ബുക്സ് ആൻഡ് സ്പീച്ചിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഓറലും റിട്ടണും മാത്രമല്ല വേറെ മീഡിയാസ്, വേറെ ഫോമിലും ഉണ്ട്. ഫിലിംസ് എന്ന് പറഞ്ഞൊരു പവർഫുൾ സ്റ്റോറി ടെല്ലിംഗ് ടൂളാണ് അല്ലേ. ദ ലയൺ കിങ് എന്നുള്ള ആ ഒരു മൂവി, അല്ലെങ്കിൽ നമ്മുടെ ഐസ് ഏജ്, അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ കുങ്ഫു പാണ്ട, അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസാണ്. പക്ഷെ അത് വിഷ്വലായിട്ട് സ്റ്റോറി പറഞ്ഞു പോകുന്നതാണ്. ടെലിവിഷൻ സീരീസും ഉണ്ട് അല്ലേ, ലോങ് ഫോം സ്റ്റോറീസും ഉണ്ട്. കോമിക്സും ഉണ്ട്, നമുക്ക് ടെക്സ്റ്റ് ഇമേജും കൂടെ ഉള്ളതുണ്ട്. സ്പൈഡർമാൻ്റെ, ബാറ്റ്മാൻ കോമിക്സും എല്ലാം ഉണ്ടല്ലോ, DC-യുടെ മാർവലിൻ്റെ കോമിക്സ് ഒക്കെ ഉണ്ടല്ലോ. തിയേറ്ററിനകത്തും ഉണ്ട്, പെർഫോമൻസും ഡയലോഗ് വഴി സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. മ്യൂസിക്കിനകത്ത് എങ്ങനെയാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്, ലിറിക്സിലൂടെ. വീഡിയോ ഗെയിംസിൽ എങ്ങനെയാണ്, ഇൻട്രാക്റ്റീവ് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ. സോഷ്യൽ മീഡിയയിൽ മൈക്രോ സ്റ്റോറീസായിട്ട്, കുഞ്ഞു സ്റ്റോറീസായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറീസ് വായിക്കാം. ഫോട്ടോഗ്രാഫിയിലൂടെ നമുക്ക് സ്റ്റോറീസ് വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആനിമേഷനിലൂടെ ഇമാജിനേറ്റീവ് നറേറ്റീവ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ റീസെൻ്റ് ആയിട്ട് അത് നമുക്ക് ഓഡിയോയുടെ രൂപത്തിൽ സ്റ്റോറി ടെല്ലിംഗ് കിട്ടുന്നു അല്ലേ. അഡ്വർടൈസ്മെൻറ്റ്സും എന്താണ്, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മളെ പെർസ്യൂഡ് ചെയ്യുന്ന ഒരു സ്റ്റോറിയിലൂടെയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും സക്സസ്ഫുൾ ആവും. അപ്പോൾ ഇത്രയാണ് സ്റ്റോറി ടെല്ലിങ്ങിന് അതർ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ വരുന്നത് പേഴ്സണൽ നറേറ്റീവ്സ് ആണ്. പേഴ്സണൽ നറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോറീസ് അബൌട്ട് വൺസ് ലൈഫ്, നമ്മൾ ഓട്ടോബയോഗ്രഫി ഒക്കെ പോകുന്ന പോലെ. അത് ഫസ്റ്റ് പേഴ്സണിലായിരിക്കും എഴുതുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഐ, വി എന്നൊക്കെയുള്ള പോലെ. പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും എഴുതുന്നു. എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക്. സെൽഫ് എക്സ്പ്രഷൻ സഹായിക്കുന്നു, ഐഡന്റിറ്റിയെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലേ. അത് ഫിക്ഷണലും ആവാം, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ആവാം നമ്മൾ ഈ പേഴ്സണൽ നറേറ്റീവ്സിനകത്ത് എഴുതുന്നത്. പിന്നെന്താണ് ബ്ലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പേഴ്സണൽ നറേഷനായിട്ട് നമ്മളെ കാറ്റഗറിയിൽ വരാം. റീഡേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഷോർട്ട് ആകാം, ലോങ് ആവാം. ഗ്രോത്തിനെ കുറിച്ചും ചേഞ്ചിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലൈഫ് ഇവൻറ്റ്സ്, എമ്പത്തിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പേഴ്സണൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ സാധിക്കും. അത് ഓട്ടോബയോഗ്രഫീസിലും മെമ്മോയർസിലുമാണ് കൂടുതലായിട്ടും കാണുന്നത്. മെമ്മോയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മെമ്മോയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സിനെ മാത്രം കമ്പയർ ചെയ്ത് ഒരു ബുക്കിൻ്റെ ഫോർമാറ്റിലോ അല്ലെങ്കിൽ അതൊരു കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെമ്മോയർസ് എന്ന് പറയുന്നത്. ഓട്ടോബയോഗ്രഫീസും മെമ്മോയർസും ഒക്കെയാണ് പേഴ്സണൽ നറേറ്റീവ്സിൻ്റെ ഒരു കാറ്റഗറിക്കകത്ത് വരുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് ആണ് കേട്ടോ. ട്രാൻസ് മീഡിയ സ്റ്റോറി ടെല്ലിംഗ് ആണ് അടുത്ത ടോപ്പിക്ക്. ട്രാൻസ് മീഡിയ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ സ്പ്രെഡ്സ് എ സ്റ്റോറി അക്രോസ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്. എന്ന് വെച്ചാൽ ഓരോ മീഡിയത്തിലൂടെ ആ സ്റ്റോറി യുണീക്കായിട്ടായിരിക്കും പറഞ്ഞു പോയേക്കുന്നത്. ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റ് എൻഹാൻസ് ചെയ്യാൻ നമുക്ക്. ഫോർ എക്സാമ്പിൾ ദ മാട്രിക്സ് എന്നുള്ള ഫിലിം. ഈ മാട്രിക്സ് എന്നുള്ള ഫിലിം കോമിക് രൂപത്തിലുണ്ട്, ഫിലിമിൻ്റെ രൂപത്തിലുണ്ട്, ഗെയിംസിൻ്റെ രൂപത്തിലുമുണ്ട് അല്ലേ. പിന്നെ ഓഡിയൻസിന് അപ്പം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സ്റ്റോറി പല രീതിയിൽ പല പ്ലാറ്റ്ഫോമിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രീസിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫാൻ പാർട്ടിസിപ്പേഷനൊക്കെ ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് കൂടുതൽ പ്ലാനിങ്ങും കൺസിസ്റ്റൻസിയും വേണം. ഓരോ പ്ലാറ്റ്ഫോമിലും പുതിയ ഇൻഫർമേഷനാണ് ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറീസിൻ്റെയൊക്കെ കൊമേഴ്ഷ്യൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാനും സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ വഴിയാണിത് കൂടുതലും ട്രാൻസ് മീഡിയ നറേറ്റീവ്സ് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ ടൂൾസ് വെച്ചിട്ട് സ്റ്റോറി പറയുന്നു.
എന്നുവെച്ചാൽ വീഡിയോസിലൂടെ, ബ്ലോഗ്സിലൂടെ, മൾട്ടിമീഡിയയിലൂടെ, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ വരുന്നത്. ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ ഇതിൻ്റെ സഹായത്തോടുകൂടിയായിരിക്കും സ്റ്റോറി പറഞ്ഞു പോകുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ആക്സസിബിൾ ആവുന്നു. ഇൻട്രാക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. എഡ്യൂക്കേഷനിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഗ്ലോബൽ ഓഡിയൻസ് റീച്ച് ഉണ്ട്, കാരണം ഇൻ്റർനെറ്റിലൂടെ ആയതുകൊണ്ട്. ക്രിയേറ്റിവിറ്റിക്കും ഇന്നോവേഷനും ചാൻസ് കൂടുതലാണ്. ഷോർട്ട് ഫോമിലും ഇറക്കാം, ലോങ് ഫോർമാറ്റിലും നമുക്ക് ഇറക്കാം. പിന്നെന്താണ്, യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് ആണ്. പിന്നെ ഡിജിറ്റൽ ടൂൾസ് വഴിയായതുകൊണ്ട് സ്റ്റോറി ടെല്ലിംഗ് ഈസിയർ ആണ്, അല്ലേ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ChatGPT വഴിയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് ChatGPT വഴി ഒരു ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് നമുക്ക് ഇറക്കാം. ഇതൊരു മോഡേൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ്. ഇനി ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ നറേറ്റീവ്സ് ഇറക്കുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് ഐഡിയാസിനെ സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് യൂസ് ചെയ്യുന്നത്. അത് മാർക്കറ്റിങ്ങിനും ബ്രാൻഡിങ്ങിനും വേണ്ടിയാണ്, കസ്റ്റമേഴ്സുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി. എക്സാമ്പിൾ എന്ന് പറയുന്നത് മറ്റേ ആപ്പിളിൻ്റെയൊക്കെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്നോവേഷനെ കുറിച്ചിട്ട് സ്റ്റോറി ടെല്ലിംഗ് അബൌട്ട് ഇന്നോവേഷൻ. ഓരോ പ്രോഡക്ട്സ് എങ്ങനെയാണ് ഇറങ്ങുന്നത് ഒരു കഥ പോലെ. അപ്പോൾ ഈ സ്റ്റോറീസ് ആണെന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡുകളെ മെമ്മറബിൾ ആക്കി മാറ്റും. അത് അഡ്വർടൈസ്മെൻറ്റ്സിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, കമ്പനി വാല്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓഡിയൻസുമായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു, അല്ലേ? ഇതിൻ്റെ പിന്നിലുള്ള കഥയൊക്കെ അറിയുമ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് എമ്പതി ഫീലിംഗ് വരുമല്ലോ. പിന്നെന്താണ്, കസ്റ്റമർ എൻഗേജ്മെൻറ്റിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊരു മോഡേൺ ബിസിനസ് സ്ട്രാറ്റജിയാണ് കേട്ടോ, ഈ ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ഇൻ ദി കോർപ്പറേറ്റ് സെക്ടർ, അതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക്. കോർപ്പറേറ്റ് കമ്പനിക്കാരും സ്റ്റോറി ടെല്ലിംഗ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ വിഷൻ എന്താണ്, മിഷൻ എന്താണ് ഒരു കമ്പനിയുടെ, അത് ഷെയർ ചെയ്യാൻ. അത് ഈ എംപ്ലോയി ട്രെയിനിങ്ങിന് വേണ്ടിയൊക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നൈക്കി ഉണ്ടല്ലോ, നൈക്കി ഇതുപോലെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അവർ. അപ്പോൾ ഈ ലീഡേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ മോട്ടിവേഷന് വേണ്ടിയും ഇത് ചെയ്യാം. പ്രസൻറ്റേഷൻ്റെ രൂപത്തിൽ, റിപ്പോർട്ടിൻ്റെ രൂപത്തിലും ഒക്കെ ചെയ്യാം. പിന്നെന്താണ്, ബ്രാൻഡ് ഐഡൻറ്റിറ്റി എൻഹാൻസ് ചെയ്യാം. ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഈ എംപ്ലോയീസിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും. ഒരു ഇമോഷണൽ എൻഗേജ്മെൻറ്റിന് സഹായിക്കുന്നു. മാർക്കറ്റിങ്ങിനും അഡ്വൈസിങ്ങിനും ഇത് സഹായിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ റിലേഷൻസിനെ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇത് കോർപ്പറേറ്റ് സക്സസിന് വേണ്ടിയാണ് ഈ കോർപ്പറേറ്റ് സ്റ്റോറി ടെല്ലിംഗ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ 1 യൂണിറ്റ് 1, 2 and 3 തിയറി പോർഷൻസ് മാത്രമാണ് ഈ ഓഡിയോയ്ക്കകത്തുള്ളത്. ഇനി വരുന്നത് മൊഡ്യൂൾ 1 തന്നെ യൂണിറ്റ് 4 2 അല്ലാതുള്ള വർക്ക്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്.